ഇപ്പോ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ചെന്ന രാജ്യത്ത് ഇവരിൽ ഒരാള് ഈ ഖുർആൻ കാരണം മറ്റുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായി ഇത് മറ്റുള്ളവരെ കൂടി ബാധിക്കില്ലേ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കൂടെ ബാധിക്കില്ലേ? ഇസ്ലാമിസ്റ്റുകൾ സാൽവാൻ മോമിഗയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ അയാള് കൊല്ലപ്പെട്ടു കേട്ടോ. ഈ കൊല്ലപ്പെട്ട ഇറാഖി ആക്ടിവിസ്റ്റ് സാൽവാൻ മോമിഗയ്ക്ക് ഖുർആൻ കത്തിച്ച് തന്നെ ആദരവർപ്പിച്ച ഡാനിഷ് സ്വീഡിഷ് ആക്ടിവിസ്റ്റ് റാസ്മസ് പലൂദാൻ രംഗത്ത് വന്നു. കാരണം സാൽവാൻ മോമിഗയുടെ ആവശ്യം ആ രാജ്യത്ത് സമാധാനത്തോടുകൂടി ആൾക്കാർക്ക് ജീവിക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ അദ്ദേഹം കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ മറ്റൊരാൾ രംഗത്ത് വന്നു. ചേകനൂർ മൗലവിയെ കൊന്നത് മറ്റാരും ഈ ആശയം പറയരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തത് ഇനി ഒരാളും ഇസ്ലാമിനെ നിന്ദിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. മണ്ടകണാപ്പന്മാര് എല്ലാത്തിലും ചെന്നങ്ങ് ചാടുന്നതാ. ഒരഞ്ചിന്റെ ബുദ്ധിയും വിവരവും ഇല്ല. നമ്മൾ എന്തുവാ ചെയ്യുന്നത് എന്ന് വല്ല ബോധവുമുണ്ടോ ഇതിനൊക്കെ? അങ്ങനെ വീണ്ടും ഖുർആൻ കത്തിക്കുകയാണ് സ്വീഡനിൽ ഡാനിഷ്. പലപ്പോഴും ഇസ്ലാമിനെ ശക്തമായി വിമർശിച്ചും ഖുർആൻ കത്തിച്ചും സാൽവാൻ മോമിഗയെ പോലെ തന്നെ സ്വീഡനിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന നിർഭയനായിട്ടുള്ള ഒരു യോദ്ധാവും ഒരു ആക്ടിവിസ്റ്റുമാണ് റാസ്മസ് പലൂദാൻ. ഇസ്ലാമിനെതിരെയുള്ള നിലപാട് വ്യക്തമാക്കുന്നതിനു വേണ്ടി പലപ്പോഴും റാസ്മസ് പലൂദാൻ ഖുർആൻ കത്തിച്ച് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീടുകളിൽ ഷോക്കേസിൽ ഇരിക്കേണ്ടുന്ന ഗ്രന്ഥമല്ല എന്നാണ് അദ്ദേഹം ഉറക്കെ പറയാൻ ശ്രമിച്ചത്. ഈ ഗ്രന്ഥം നമ്മുടെ ഭാഷയിൽ ഒന്ന് വായിച്ചാൽ ഒറ്റ മുസ്ലിമിനെ പോലും ഈ രാജ്യത്ത് നിൽക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡെൻമാർക്കിലെ ടർക്കിഷ് എംബസിക്ക് മുൻപിലായിരുന്നു പലൂദാൻ ആദ്യമായിട്ട് പ്രതിഷേധിക്കുന്നത്. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ സ്ഥിതി ചെയ്യുന്ന ടർക്കിഷ് എംബസിക്ക് മുമ്പില് ഒരു കെട്ട് ഖുർആനുകളുമായിട്ട് പലൂദാൻ എത്തി. അതിനെ തുടർന്ന് മതഗ്രന്ഥങ്ങൾ കത്തിക്കാൻ തുടങ്ങി. ഇസ്ലാമിലെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സാൽവാൻ മോമിഗയ്ക്കു വേണ്ടിയാണ് തന്റെ പ്രതിഷേധമെന്ന് ഖുർആൻ കത്തിച്ചതിന് ശേഷം റാസ്മസ് പലൂദാൻ വ്യക്തമാക്കി. 38-കാരനായ സാൽവാൻ മോമിഗ ഒരു വൈകുന്നേരം സ്റ്റോക്ക്ഹോമിലെ സോഡേർ താൽജെ ഏരിയയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ഖുർആൻ കത്തിച്ച കേസില് സ്വീഡിഷ് കോടതി വിധി പറയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുകയായിരുന്നു മതതീവ്രവാദികൾ. സമാധാനത്തിന്റെ തനി നിറം എന്താണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ എമ്പാടും ഇതൊക്കെ തന്നെ മതിയായിരുന്നു. നമ്മുടെ നാട്ടില് അതിഥി തൊഴിലാളികളാണ് എന്ന് പറഞ്ഞ് കുറെ ക്രിമിനലുകളെ വലിച്ചു കയറ്റി നമ്മൾ തിന്നേണ്ടുന്ന റേഷൻ സാധനങ്ങൾ വരെ കൊടുത്ത് അവരെയൊക്കെ വളർത്തി വലുതാക്കിയപ്പോൾ ചിന്തിച്ചില്ല, നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ കുഞ്ഞു ജീവനുകൾ വരെ എടുക്കത്തക്ക രൂപത്തിൽ ഇവര് വളർന്നു പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുവാണ് നമ്മുടെ രാജ്യത്ത്. മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് എന്നാണ് പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത്. ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എല്ലാ കാലഘട്ടത്തിലും ആദ്യത്തെ 10-ൽ സ്ഥാനം പിടിക്കുന്ന രാജ്യങ്ങളാണ് നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയോടാണ് സാമൂഹിക സയന്റിസ്റ്റുമാർ പോലും വിശേഷിപ്പിക്കാറുള്ളത്.
ഈ ശാന്തതയ്ക്കും സമാധാനത്തിനും എല്ലാം പ്രധാനപ്പെട്ട കാരണമായി മാറിയത് അവിടെ നടന്ന പഠനങ്ങളിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ആ രാജ്യം ഒരു മതരഹിത സമൂഹമായി വളർന്നതുകൊണ്ടാണ്. മതങ്ങളില്ലെന്നല്ല, പൊതുസമൂഹത്തിൽ മതം പ്രബലമല്ല, ഇത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോ നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, രഞ്ജിനി, ഇവരൊരു പക്ഷേ മതവിശ്വാസികളായേക്കാം. അവരുടെ മതവിശ്വാസം ഒരിക്കലും എന്റെ മതനിരാസത്തിന് തടസ്സമാകരുത്. ഇത്രയുള്ള കാര്യം. മതം എന്ന് പറഞ്ഞാൽ പ്രൈവസിയായി കൊണ്ട് നടക്കണം, പേഴ്സണൽ ആയിരിക്കണം. നിങ്ങൾക്ക് വിശ്വസിക്കണോ വിശ്വസിക്കാം, നിങ്ങൾക്ക് ആഘോഷിക്കണോ ആഘോഷിക്കാം, നിങ്ങൾക്ക് പലതും അർപ്പിക്കണോ അർപ്പിക്കാം. നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നതും വരാത്തതും നല്ലതും ചീത്തയും ഒക്കെ മതത്തിന്റെ അക്കൗണ്ടിൽ അള്ളാഹുവിന്റെ ക്രെഡിറ്റിൽ കൊണ്ടുവരണോ, കൊണ്ടുവന്നോ. പക്ഷേ മറ്റുള്ളവരും അതുപോലെയായിരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധിക്കരുത്. നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും നിങ്ങൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നാൽ നമ്മൾ അതിനെ എതിർക്കും. ഇവിടെ അതാ സംഭവിച്ചത്. ഓരോ രാജ്യത്തും വലിഞ്ഞു കയറി ചെന്നിട്ട് ഇവരുടെ മതം ആ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർ പന്ത് തട്ടുന്നത് പോലെ തട്ടും. മുമ്പ് അബ്ദുൽ നാസർ മദനി പറഞ്ഞു, നക്കാപ്പിച്ച ശമ്പളം വാങ്ങിക്കുന്ന എംബോക്കി പ്രൊഫസറെ പോലെ അയാളുടെ കൈയും കാലുമല്ല നിങ്ങൾ എടുക്കേണ്ടത്, തലയാണ്. എടുക്കുക മാത്രമല്ല, ഫുട്ബോൾ തട്ടുന്നത് പോലെ ആ തല തട്ടണമായിരുന്നു എന്നാ പറഞ്ഞത്. അവനെയൊക്കെ അകത്താക്കിയിട്ടില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഈ കേരളക്കരയിൽ ഭീകരവാദവും യുവാക്കളുടെ തലച്ചോറിലേക്ക് തീവ്രതയും ഇറ്റിച്ചു കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട കണ്ണിയാണ് അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന കൊടും സിമി ഭീകരൻ. ഇപ്പൊ അയാളെ കൊണ്ടു നടക്കാൻ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അയ്യോ പാവം കൈപോയി കാലുപോയി, അസുഖമാണ്, കരള് മാറ്റിവെച്ചു, കാഫിറുകളുടെ കരളല്ലേ വെച്ചത്, എങ്ങനെയാ അത് ശരിയാകുക? കാഫിറുകളുടെ കരളു മാറ്റിവെച്ചത് എന്തായാലും വിശ്വാസി കരള് കൊടുക്കില്ല. കാരണം അവയവദാനം ഇസ്ലാമിൽ ഇല്ലല്ലോ. അവയവദാനം ഇസ്ലാമിൽ ഇല്ല. അല്ല, നമുക്കറിയാം കുരുക്കൾ പൊട്ടും, തന്തയ്ക്ക് വിളിയും തെറിവിളിയും ഒക്കെ വരുമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കരളാണ്, വൃക്കയാണല്ലേ, വൃക്കയാണ് മാറ്റിവെച്ചത്. ആരാ വൃക്ക കൊടുത്തത്? ഏതെങ്കിലും ഒരു വിശ്വാസി കൊടുക്കുമോ അബ്ദുൽ നാസർ മദനിക്ക് വൃക്ക? ഏവന്റേതു വേണമെങ്കിലും വൃക്കയോ കരളോ ഒക്കെ നമുക്ക് സ്വീകരിക്കാം, കാരണം നമ്മുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. പക്ഷേ ഒരു വിശ്വാസി മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുണ്ടോ? മതപരമായി തെറ്റല്ലേ? മദനി ചെയ്തപ്പോൾ അത് 100